ഹലോ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് നെറ്റ് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തിയറിയിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇസ് പോസ്റ്റ് കൊളോണിയലിസം. ഓക്കെ, പോസ്റ്റ് കൊളോണിയലിസത്തിൽ നിന്ന് എപ്പോഴും ഫ്രീക്വൻ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് പോസ്റ്റ് കൊളോണിയലിസം ബേസ്ഡ് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ മെയിനായിട്ട് വരുന്ന റൈറ്റേഴ്സ് ആരൊക്കെയാണ്, കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ്? Which of the following critics is associated with the term contrapuntal reading? Contrapuntal reading അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പം ഇത് കോയിൻ ചെയ്തത് ആരാണ്? ഓക്കെ, who is associated with this particular concept എന്നുള്ളതാണ് ചോദ്യം. എന്താണ് കോൺട്രാപെന്റൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ? എന്താണ്, ഒരു യൂറോസെൻട്രിക് ആയിട്ട് മാത്രം കണ്ടിരുന്ന ഒരു റീഡിങ്ങിനെ അല്ലെങ്കിൽ വൈറ്റ് ടെക്സ്റ്റുകൾക്ക് പിന്നീട് ഒരു പോസ്റ്റ് കൊളോണിയൽ അപ്രോച്ച്, ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവും കൂടെ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ പെർസ്പെക്റ്റീവും കൂടെ കൊടുക്കുന്ന തരത്തിലുള്ള റീഡിങ്ങിനെയാണ് നമ്മൾ കോൺട്രാപെന്റൽ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എന്താണ്, ഈ ഒരു ടേമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആരാണ്? മിക്കേൽ ബക്തിൻ, ദെൻ എഡ്വേർഡ് സെയ്ദ്, റൊലാൻഡ് ബാർത്സ്, ജാക്വസ് ദെറീദ. ആൻസർ എന്താണ്? ഇറ്റ് ഈസ് എഡ്വേർഡ് സെയ്ദ്. എഡ്വേർഡ് സെയ്ദിന്റെ 1993 വർക്ക് ആയിട്ടുള്ള കൾച്ചർ ആൻഡ് ഇംപീരിയലിസത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു ടേം പറയുന്നത്. ഓക്കെ, കോൺട്രാപെന്റൽ റീഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടേം 1993 കൾച്ചർ ആൻഡ് ഇംപീരിയലിസം എന്നുള്ള വർക്കിലാണ് എഡ്വേർഡ് സെയ്ദ് പറയുന്നത്. ഓക്കെ, എഡ്വേർഡ് സെയ്ദിനെ പോലെ തന്നെ മറ്റ് റൈറ്റേഴ്സിനും കൂടെ നിങ്ങളൊന്ന്, മറ്റ് തിയറിസ്റ്റുകളെയും കൂടെ ഈ ഒരു ഇതിലൊന്നും ഓർത്ത് വെക്കുക. ഓക്കെ, ഇവരൊന്നും പോസ്റ്റ് കൊളോണിയൽ ഇതിലല്ല വരുന്നത്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ ഓപ്ഷൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following statements best articulates Frantz Fanon's political positions? Okay, post-colonial theory-യിൽ one of the earliest theorists ആണ് ഫ്രാൻസ് ഫാനൺ. ഓക്കെ, ഫ്രാൻസ് ഫാനന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് which of the following best articulates, അല്ലെ, ഫ്രാൻസ് ഫാനുമായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കൊളോണിയലിസം വിൽ ഡൈ എ നാച്ചുറൽ ഡെത്ത് സാൻ എനി വയലന്റ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ഇറ്റ്. ഓക്കെ, കൊളോണിയലിസം വിൽ ഡൈ എ നാച്ചുറൽ ഡെത്ത്. കൊളോണിയലിസം നാച്ചുറലി ഇല്ലാണ്ടായി പോകും, വിത്തൗട്ട് എനി വയലൻസ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ഇറ്റ്. വയലൻസ് ഇല്ലാതെ എന്നാണ് പറയുന്നത്. വയലൻസ് ഇല്ലാതെ, അത് ഫാനന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അല്ലെ. ഫാനൻ ഓൾവേസ് എംഫസൈസ്ഡ് വയലൻസ് ഫോർ ഫ്രീഡം, അല്ലെങ്കിൽ കൊളോണിയലിസത്തിൽ വയലൻസ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് സ്ട്രെസ് ചെയ്തിട്ടുള്ള ആളാണ് ഫ്രാൻസ് ഫാനൻ. കൊളോണിയലിസം ഒരിക്കലും നാച്ചുറൽ ഡെത്ത് ഫേസ് ചെയ്യില്ല. സോ ദിസ് ഡസ് നോട്ട് സപ്പോർട്ട് ഹിസ് പൊളിറ്റിക്കൽ പൊസിഷൻ. നെക്സ്റ്റ്, peasants and social outcasts have little revolutionary potential in Africa. Peasants and social outcasts, ഇവർക്ക് ആഫ്രിക്കയിൽ വളരെ പരിമിതമായിട്ടുള്ള റവല്യൂഷണറി പൊട്ടൻഷ്യലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ. നെക്സ്റ്റ്, സോഷ്യൽ ഒപ്രഷൻ ഇൻ ദ തേർഡ് വേൾഡ് ഇസ് എ മാറ്റർ മോർ ഓഫ് റേസ് ദാൻ ഓഫ് ക്ലാസ്. സോഷ്യൽ ഒപ്രഷൻ ഓഫ് തേർഡ് വേൾഡിൽ സോഷ്യൽ ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ മോർ ഓഫ് റേസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്ലാസ് എന്നാണ് പറയുന്നത്. ക്ലാസിനേക്കാളും കൂടുതൽ റേസിനെ ബേസ് ചെയ്തിട്ടാണ്. തേർഡ് വേൾഡ് സ്പേസിൽ കേട്ടോ, തേർഡ് വേൾഡ് സ്പേസിൽ അങ്ങനെയാണോ, റേസിനാണോ? അല്ല. സോ ദിസ് ഇസ് ഓൾസോ റോങ്. നെക്സ്റ്റ്, ദി ആഫ്രിക്കൻ ബൂർഷ്വാസി ക്യാൻ നെവർ സക്സീഡ് ഇൻ ദ ടാസ്ക് ഓഫ് നേഷൻ ബിൽഡിംഗ്. ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ആഫ്രിക്കൻ ബൂർഷ്വാസിക്ക് എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് ട്രൂ. സോ നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ആദ്യം തന്നിട്ടുള്ള 3 ഓപ്ഷൻസും ഫ്രാൻസ് ഫാനന്റെ പൊളിറ്റിക്കൽ പൊസിഷനെ സംബന്ധിച്ച് തെറ്റാണ്. ഓക്കെ, സോ ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വർക്കിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഒരു മാച്ച് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോയിൻ ചെയ്തിട്ടുള്ള ആളുകളുടെ പേരും മറ്റൊരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാച്ച് ഫോളോയിങ്ങിൽ ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ്? കോര, അല്ലെ. കോര എന്ന് പറയുന്നത് ഒരു പ്രീ ലിംഗ്വൽ സ്റ്റേജ് ആണ്, അല്ലെ. കുട്ടിയുടെ ലാംഗ്വേജിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് കോര. അപ്പൊ കോര കോയിൻ ചെയ്ത ആരാണ്? ഹെലൻ സിക്സോ, ജൂലിയ ക്രിസ്റ്റേവ, മിക്കേൽ ബക്തിൻ, എഡ്വേർഡ് സെയ്ദ്. ആരുടെ ഐഡിയ ആണ് കോര എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ജൂലിയ ക്രിസ്റ്റേവ. ദെൻ കാർണിവലൈസേഷൻ, അല്ലെ. കാർണിവലൈസേഷൻ എന്താണ്? ഹ്യൂമറിലൂടെയൊക്കെ പവർ റിവേഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാർണിവലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് മിക്കേൽ ബക്തിന്റെ ആണ്. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടേം വീണ്ടും ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏരിയ വൈസ് നോക്കണം എന്ന് പറയുന്നത്. കാരണം ഇതുപോലെ റെപ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും.
കോൺട്രാപെന്റൽ റീഡിംഗ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഇറ്റ് ഇസ് എഡ്വേർഡ് സെയ്ദ്. ഓക്കെ, നെക്സ്റ്റ് എക്രിത്തോ ഫെമിനിൻ അല്ലെ. എക്രിത്തോ ഫെമിനിൻ എന്താണ്? ഒരു ഫെമിനൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഫ്രെയിം വർക്ക് എന്നുള്ള പോലെയാണ് എക്രിത്തോ ഫെമിനിൻ, വിച്ച് ഇസ് ഹെലൻ സിക്സേഴ്സ്. ഇനി ഇവരുടെ ഒക്കെ വർക്ക്സുകളും കൂടെ നോക്കൂ, ഏതൊക്കെ വർക്കിലാണ് പറയുന്നതെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കോര നമ്മൾ പറഞ്ഞു, ജൂലിയ ക്രിസ്റ്റേവ 1974 റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ് എന്നുള്ള വർക്കിലാണ് കോറ എന്നുള്ള കോൺസെപ്റ്റ് ജൂലിയ ക്രിസ്റ്റേവ പറയുന്നത്. ദെൻ കാർണിവലൈസേഷൻ നമ്മൾ പറഞ്ഞു, മിക്കേൽ ബക്തിൻ 1963 പ്രോബ്ലംസ് ഓഫ് ഡെസ്തോവ്സ്കി പോയറ്റിക്സ്. ഓക്കെ, പ്രോബ്ലംസ് ഓഫ് ഡെസ്തോവ്സ്കി പോയറ്റിക്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കാർണിവലൈസേഷനെ കുറിച്ച് പറയുന്നത്. പിന്നീട് അത് 1965 വന്നിട്ടുള്ള റെബലേസ് ആൻഡ് ഹിസ് വേൾഡിലും കൂടെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? കോൺട്രാപെന്റൽ റീഡിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, എഡ്വേർഡ് സെയ്ദിന്റെ 1993 വർക്ക് ആയിട്ടുള്ള കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസത്തിലാണ് അദ്ദേഹം കോൺട്രാപെന്റൽ റീഡിംഗ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ് ഓഫ് റീഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. ദെൻ എക്രിത്തോ ഫെമിനിൻ ഹെലൻ സിക്സോയുടെ 1975 വർക്ക് ആയിട്ടുള്ള ദ ലാഫ് ഓഫ് ദി മെഡ്യൂസ. ദ ലാഫ് ഓഫ് ദി മെഡ്യൂസയിലാണ് എക്രിത്തോ ഫെമിനിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രീതിയിൽ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അത് ഏത് വർക്കിലാണെന്നും കൂടെ അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ആരാണ് കോയിൻ ചെയ്തത്, അത് റിലേറ്റ് ആയിട്ടുള്ള, അതുപോലെ കോൺസെപ്റ്റും വളരെ ക്ലിയർ ആയിരിക്കും. നമുക്ക് നേരത്തെ ഇപ്പോൾ ഫ്രാൻസ് ഫാനിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ദ ടേം നെഗ്രിറ്റ്യൂഡ്. നെഗ്രിറ്റ്യൂഡ് എന്നുള്ള ടേം ഓക്കെ coined by Aimé Césaire was appreciated as well as criticized by critics and thinkers. Select the correct responses that this term received. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടേം തന്നിട്ടുണ്ട്, എയ്മേ സിസേറിന്റെ ടേം ആണ്. എന്താണ്? നെഗ്രിറ്റ്യൂഡ്. നെഗ്രിറ്റ്യൂഡ് എന്നുള്ള ടേമിന് വളരെ നല്ലൊരു വെൽക്കമിങ് ഉണ്ടായിരുന്നു, അതുപോലെ ക്രിട്ടിസൈസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നെഗ്രിറ്റ്യൂഡ് എന്നുള്ള ടേമിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. സെനഗൽ സെങ്കർ കൺസിഡേർഡ് ദിസ് ടേം ടു ബി ഡെറഗേറ്ററി. Senegal Senghor consider this term to be derogatory, which is obviously false. Next, Leon Damas didn't participate in the negritude movement. Leon Damas didn't participate in the negritude movement. Okay, negritude movement എന്ന് പറയുമ്പോൾ ഒരു പ്രൈഡ് ഇൻ ആഫ്രിക്കാനിസം, ഒരു കളക്റ്റീവ് പ്രൈഡ് ഇൻ ആഫ്രിക്കാനിസത്തിനെയാണ് negritude എന്ന് പറയുന്നത്. നെക്സ്റ്റ്, Wol Soyinka criticized it for its mimetic look. Wol Soyinka criticized it for its mimetic look. Next, Nobel laureate Wol Soyinka considered negritude as an unhealthy fetishism of the native. Okay, അപ്പം Wol Soyinka രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്നെന്താണ്? He criticized it for what? Negritude. Negritude എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്തത്? For its mimetic look. Mimetic lookന് വേണ്ടിയിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. He also considered it as negritude as an unhealthy fetishism of the native. ആ രീതിയിൽ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. So this option is wrong. ഇത് നമുക്ക് എടുക്കാം. നെക്സ്റ്റ്, ഫ്രാൻസ് ഫാനൻ വാസ് എക്സ്ട്രീംലി ക്രിട്ടിക്കൽ ഓഫ് ദ ടേം നെഗ്രിറ്റ്യൂഡ് ആൻഡ് നെവർ യൂസ്ഡ് ഇറ്റ്. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ബി ആൻഡ് സി ആണ് കേട്ടോ. ഇത് നമ്മൾ ഇത് നമ്മൾ ശരിയാന്ന് പറഞ്ഞിട്ടില്ല. ലിയോൺ ഡാമസ് ഡിഡിൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നെഗ്രിറ്റ്യൂഡ് എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ദെൻ വി ഹാവ് നോബൽ ലോറേറ്റ് വോൾ സോയിങ്ക. ഓക്കെ, അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഹി ക്രിട്ടിസൈസ്ഡ് ഇറ്റ് ഫോർ ഇറ്റ്സ് മിമെറ്റിക് ലുക്ക് അല്ലെ. നെഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മിമെറ്റിക് നേച്ചറിനെ, ഒരു ഇമിറ്റേറ്റീവ് നേച്ചറിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്? വോൾ സോയിൻക. അപ്പോൾ വോൾ സോയിൻകയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? കൺസിഡർ നെഗ്രിറ്റ്യൂഡ് ആസ് എൻ അൺഹെൽത്തി ഫെറ്റിഷിസം ഓഫ് ദി നേറ്റീവ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സി, ബി ആൻഡ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. അദ്ദേഹം മിമെറ്റിക് ലുക്ക് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നെഗ്രിറ്റ്യൂഡിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അറേഞ്ച് ഫോളോയിങ് വർക്ക്സ് ഇൻ ഓർഡർ ഓഫ് ദിയർ ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ക്രൊണോളജി ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന് കുറച്ച്, ലിറ്ററേച്ചർ അല്ല, പോസ്റ്റ് കൊളോണിയൽ തിയറി ബേസ്ഡ് വർക്ക്സിന് കുറച്ച് വർക്ക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓറിയന്റലിസം, നേഷൻ ആൻഡ് നറേഷൻ, ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക്, ഡീകൊളോണൈസിംഗ് ദ മൈൻഡ്, ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ. ഡിഫറെന്റ് ഓതേഴ്സിന്റെ ആണ് അല്ലെ. നേഷൻ ആൻഡ് നറേഷൻ, ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് ഒബ്വിയസ്ലി ഫ്രാൻസ് ഫാനിന്റെ വർക്കാണ്. റെസ്റ്റ് ഓഫ് ദി എർത്തും ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്കും. ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഒബ്വിയസ്ലി ഫ്രാൻസ് ഫാനായിരിക്കും ഫസ്റ്റ് വരുന്നത്. സി ഓപ്ഷൻ ഫസ്റ്റ് വരുന്നത് ഒരെണ്ണേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. സി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് എ, ഓറിയന്റലിസം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ആൻസറിന് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഓറിയന്റലിസം 1978 എഡ്വേർഡ് സെയ്ദാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ തന്നിരിക്കുന്നതിൽ ഫ്രാൻസ് ഫാനാണ് ഒബ്വിയസ്ലി ആദ്യം വരുന്നത്. സോ ദാറ്റ് ഇസ് 67 ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക്. ഓക്കെ, ഫ്രാൻസ് ഫാനിന്റെ വർക്കാണ്. പിന്നീട് 78 ഓറിയന്റലിസം ആരുടെ വർക്കാണ്? എഡ്വേർഡ് സെയ്ദിന്റെ 1978 വരുന്ന വർക്കാണ് ഓറിയന്റലിസം.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 86 അല്ലെ 86 ഡീകോളനൈസിങ് ദ മൈൻഡ് 1986 ഗുഗി വാ തിയോങ്കോയുടെ വർക്കാണ് ദ ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന് പറയുന്നത്. ഡീകോളനൈസിങ് ഇൻ ദ മൈൻഡ് എന്നുള്ളതാണ് നമുക്കൊരു തേർഡ് വർക്ക് ആയിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് നേഷൻ നറേഷൻ, അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് കൾച്ചർ വളരെ ഈസിയാണ്. ഇയർ നിങ്ങൾ ഓർത്തിരിക്കണം. 1 1990, then other one is 1994. രണ്ടും ഹോമി കെ ഭാഭയുടെ വർക്കാണ്. സോ 4 5 ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്രോണോളജി വരിക. അപ്പം ഞാൻ പറഞ്ഞു ലിറ്ററേച്ചറിന്റെ ക്രോണോളജി നോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് തിയറിയിൽ വരുന്ന വർക്ക്സിന്റെ ക്രോണോളജിയും കൂടെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ വർക്ക്സും കൂടെ അഡ്രസ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് വീണ്ടും ഒരു മാച്ച് ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ലിസ്റ്റിൽ എന്താണ് ഇത്, ഈ ടേംസ് കോയിൻ ചെയ്തിട്ടുള്ളത് ആരാണ്, ആ രീതിയിലാണ് സെക്കൻഡ് ലിസ്റ്റ് തന്നിട്ടുള്ളത്. തേർഡ് സ്പേസ് അല്ലെ, വളരെ സിമ്പിൾ ആണ്. തേർഡ് സ്പേസ് എന്താണ്, കൊളോണൈസ്ഡ്, ബീങ് കൊളോണൈസ്ഡ്. അപ്പൊ അവിടെ നമ്മൾ ഈ വൈറ്റ് ആൻഡ് കൊളോണൈസ്ഡ് പീപ്പിൾ കൾച്ചറൽ ഇന്ററാക്ഷൻസ് വരുമ്പോൾ അവിടെ ഒരു തേർഡ് സ്പേസ് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ആരാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഹോമി കെ ഭാഭ അല്ലെ. ഹോമി കെ ഭാഭ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ദെൻ വെൽറ്റ് ലിറ്ററേച്ചർ, വെൽറ്റ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ വേൾഡ് ലിറ്ററേച്ചർ, ആരാണ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, ദാറ്റ് ഇസ് ഗത്തെ. Then post impressionism, റോജർ ഫ്രൈ, സിംലാക്ര, ജീൻ ബോഡ്രിഗ്ലാഡ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് മാച്ച് ഫോളോയിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബുക്സ് ആർ റിട്ടൺ ബൈ ദിപേഷ് ചക്രവർത്തി? ഇന്ത്യൻ പോസ്റ്റ് കൊളോണിയൽ റൈറ്റർ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദിപേഷ് ചക്രവർത്തി, ഒരു ഓത്തറിന് നോട്ട് ചെയ്തോളൂ കേട്ടോ, ദിപേഷ് ചക്രവർത്തി. സോ അദ്ദേഹത്തിന്റെ വർക്ക് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. തന്നിരിക്കുന്നതിൽ ദിപേഷ് ചക്രവർത്തിയുടെ വർക്കുകൾ ഏതൊക്കെയാണ്? പ്രൊവിൻഷ്യലൈസിംഗ് യൂറോപ്പ്, പോസ്റ്റ് കൊളോണിയൽ തോട്ട് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡിഫറൻസ്. പ്രൊവിൻഷ്യലൈസിംഗ് യൂറോപ്പ്. ഓക്കെ, നെക്സ്റ്റ് ദ സബാൾട്ടൻ സ്റ്റഡീസ് റീഡർ, ഐഡന്റിറ്റി ആൻഡ് വയലൻസ്. ദെൻ ദ ക്ലൈമറ്റ് ഹിസ്റ്ററി ഇൻ എ പ്ലാനറ്ററി ഏജ് ഇൻ അതർ വേൾഡ്സ്. ഇതിൽ ഏതാണ് ദിപേഷ് ചക്രവർത്തിയുടെ വർക്കുകൾ? ഓക്കെ, ഒബ്വിയസ്ലി ദ പ്രൊവിൻഷ്യലൈസിംഗ് യൂറോപ്പ്, പോസ്റ്റ് കൊളോണിയൽ തോട്ട് ആൻഡ് ഹിസ്റ്ററിക്കൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഓപ്ഷൻ എ ആൻഡ് ഡി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദറ്റ് ഇസ് ദ ക്ലൈമറ്റ് ഓഫ് ഹിസ്റ്ററി ഇൻ ദ പ്ലാനറ്ററി ഏജ്. അത് 2021 വർക്കാണ്. ആൻഡ് ഫസ്റ്റ് വണ് 2000 വർക്കാണ് കേട്ടോ. ഇയറും കൂടെ ചേർത്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് കവർ ചെയ്തിട്ട് പോവാം. സബാൾട്ടൻ സ്റ്റഡീസ് റീഡർ 1986-85 രണജിത് ഗുഹ. ദെൻ ഐഡന്റിറ്റി ആൻഡ് വയലൻസ് 2006 അമർത്യാസിന്റെ വർക്കാണ് കേട്ടോ. അമർത്യാസനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഐഡന്റിറ്റി ആൻഡ് വയലൻസ്. നെക്സ്റ്റ് ഇൻ അതർ വേൾഡ്സ് 1988 സ്പിവക്, ഗായത്രി സ്പിവക് ചക്രവർത്തിയുടെ വർക്കാണ് ഇൻ അതർ വേൾഡ്സ്. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഓപ്ഷനും കൂടെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ഒരു ഇൻഡെപ്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. ക്രോണോളജി ആണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല. അപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയ ലൈൻ ഓഫ് ഷെയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കൊരു JRFിലോട്ടൊക്കെ എത്തണമെങ്കിൽ ഒരു ഇൻഡെപ്ത് സ്റ്റഡി നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം, മൈനർ വർക്ക്സുകൾ നമ്മൾ അഡ്രസ് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു അസിസ്റ്റൻസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ 6 month ഇന്റേൺസീവ് കോഴ്സ് ഓൾറെഡി കോമ്പറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൈനർ വർക്ക്സ് അടക്കം നമ്മൾ അഡ്രസ് ചെയ്തിട്ട് വലിയ ഒരു ഡ്യൂറേഷനോട് കൂടെ തന്നെ നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ പേസിൽ പഠിക്കാനുള്ള ഒരു അവസരം കോമ്പറ്റീവ് ക്രാക്കറിലുണ്ട്. നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ഡിസംബറിൽ നെറ്റിലേക്ക് നമുക്ക് വേണ്ട ഒരു പ്രിപ്പറേഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് ഡിസംബറിൽ നെറ്റ് വിത്ത് JRFോട് കൂടെ തന്നെ ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കൂ. കിംബർലി ക്രാൻഷോസ് ടേം intersectionality is widely used for. Intersectionality. Okay, intersectionality എന്നുള്ള ടേമിന്റെ യൂസേജ് ആണ് പറയുന്നത്. ഓക്കെ, ഇന്റർസെക്ഷനാലിറ്റി എന്താണ്? മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് അല്ലെ, മൾട്ടിപ്പിൾ പൊളിറ്റിക്കൽ ഐഡന്റിറ്റീസ് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രിവിലേജസും പവർ ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇന്റർസെക്ഷനാലിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ടേംസ് ഏതൊക്കെയാണ്? അക്കാഡമിക് ഡിറ്റീരിയേഷൻ, റേഷ്യൽ ജസ്റ്റിസ്, പീസ് ഫോർമേഷൻ, കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ഓഫ് പവർ, ഐഡന്റിറ്റി, പൊളിറ്റിക്സ് അല്ലെ. റേസ്, ജെൻഡർ ഇത്തരത്തിലുള്ള എലമെന്റ്സ് ഒക്കെ ചേർത്തിട്ട് വരുന്ന പവർ ഡിസ്പാരിറ്റി അല്ലെങ്കിൽ പ്രിവിലേജിനൊക്കെയാണ് നമ്മൾ ഇന്റർസെക്ഷനാലിറ്റി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് കാരണം ഉണ്ടാകുന്ന പവർ ഡൈനാമിക്സ് അല്ലെങ്കിൽ പവർ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയാണ് ഇന്റർസെക്ഷനാലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് അക്കാഡമിക് ഡിറ്റീരിയേഷൻ ഇല്ല, റേഷ്യൽ ജസ്റ്റിസ് ഒബ്വിയസ്ലി യെസ്, പീസ് ഫോർമേഷൻ ഇല്ല, കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ഓഫ് പവർ ഓക്കെ അതുണ്ട്,
പിന്നെ നാം പറഞ്ഞു ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ഓക്കെ, ബി, ഡി ആൻഡ് ഇ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആൻസേഴ്സ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ഹു ഈസ് ദി ഓഥർ ഓഫ് ദി എസ്സേ 3 Women's Text and a Critic of Imperialism? 1985 വർക്കാണ്. ഓക്കെ, ഹു ഈസ് ദി ഓഥർ ഓഫ് ദി എസ്സേ 3 Women's Text and a Critic of Imperialism? ആനിയ ലൂംബ, മീനാക്ഷി മുഖർജി, സൂസൻ മേയർ, ഗായത്രി ചക്രവർത്തി സ്പിവക്. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ദാറ്റ് ഇസ് ഗായത്രി ചക്രവർത്തി സ്പിവക്. ഈ ഒരു വർക്കിനകത്ത് അവര് വൈറ്റ് ഫീമെയിൽ റൈറ്റേഴ്സിന്റെ കുറച്ച് വർക്കുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ ഉണ്ട്, ദെൻ ജീൻ റൈ അല്ലെ, വൈറ്റ് സർഗാസുസി വരുന്നുണ്ട്, ദെൻ ജെയിൻ ആർബൈ, ഷാർലറ്റ് ബ്രോണ്ടെ. ഈ വർക്കുകളൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ വർക്കിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, it is significant that the productive capacities of this third space have a colonial or post-colonial provenance. The above lines have been written by. ആരാണ് ഈ ലൈൻസ് എഴുതിയതെന്ന് ഒന്നും നോക്കണ്ട. ഇവിടെ ഈ തേർഡ് സ്പേസ് അല്ലെ, തേർഡ് സ്പേസ് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് ആരാണ്? തേർഡ് സ്പേസ് ആരാണ്? സൽമാൻ റുഷ്ദി ആണോ, എഡ്വേർഡ് സെയ്ദ് ആണോ, ബെനഡിക്ട് ആൻഡേഴ്സൺ ആണോ, ഹോമി കെ ഭാഭ ആണോ? ആൻസർ ഇസ് ഹോമി കെ ഭാഭ, തേർഡ് സ്പേസ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the post-colonial critics who used the ideas of Lacan, Foucault and Derrida while critiquing Eurocentrism. അല്ലെ, പോസ്റ്റ് കൊളോണിയൽ തിയറിക്ക് വേണ്ടിയിട്ട് ലെക്കാന്റെ തിയറി ഓഫ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി അല്ലെ, ഫൂക്കോളുടെ പവർ സ്ട്രക്ചർ തിയറി, ദെൻ ദെറീഡയുടെ ഡീകൺസ്ട്രക്ഷണൽ തിയറി, ഈ 3 തിയറീസും ഒക്കെ പോസ്റ്റ് കൊളോണിയൽ തിയറിക്ക് അകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റുകൾ ആരൊക്കെയാണ്? യൂറോസെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ള തിയറിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഹോമി കെ ഭാഭ, ഗായത്രി ചക്രവർത്തി സ്പിവക്, അബ്ദുൽ ജാൻ മുഹമ്മദ്, എഡ്വേർഡ് സെയ്ദ്, ഐമി സെസേർ. ആരൊക്കെയാണ്? ഈ ഒരു ചോദ്യത്തിന് ആൻസർ എന്തായിരിക്കും വരാ? ഹോമി കെ ഭാഭ ഒബ്വിയസ്ലി, ഗായത്രി സ്പിവക് ചക്രവർത്തി. ഓക്കെ, ABCD എന്നുള്ള രീതിയിലായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. നെക്സ്റ്റ്, വീണ്ടും ഒരു മാച്ച് ഫോളോയിങ് ആണ്. ടെക്സ്റ്റുകൾ തന്നിട്ടുണ്ട്, അതിന്റെ ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്, ക്രോണോളജി അല്ല, മാച്ച് ഫോളോയിങ് ആയിട്ട്. സോ ഇയർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. പോസ്റ്റ് കൊളോണിയൽ വർക്ക്സ് ആണ്. എന്താണ്? ദ എംപയർ റൈറ്റ്സ് ബാക്ക് അല്ലെ, 3 റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ളതാണ്. ദ എംപയർ റൈറ്റ്സ് ബാക്ക് 89. ദെൻ നേഷൻ ആൻഡ് നറേഷൻ ഒബ്വിയസ്ലി 1990. കൾച്ചർ ആൻഡ് ഇംപീരിയലിസം 93. ദെൻ ട്വൈസ് ബോൺ ഫിക്ഷൻ. ഈ ഒരു രീതിയിൽ ആരൊക്കെയാണ് റൈറ്റേഴ്സ് നോക്കൂ. ദ എംപയർ റൈറ്റ്സ് ബാക്ക്, എംപയർ റൈറ്റ്സ് ബാക്ക് ഞാൻ പറഞ്ഞു 3 റൈറ്റേഴ്സ് ഉള്ളത് അല്ലെ. 1989 ബിൽ ആഷ്ക്രോഫ്റ്റ്, ഗരത്ത് ഗ്രിഫിത്ത്, ഹെലൻ ടിഫിൻ. ഇവർ 3 പേരും കൂടെയാണ് ദ എംപയർ റൈറ്റ്സ് ബാക്ക് എന്നുള്ള വർക്ക് പറയുന്നത്. ദ നേഷൻ ആൻഡ് നറേഷൻ 1990 ഹോമി കെ ഭാഭ. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ കൾച്ചർ ആൻഡ് ഇംപീരിയലിസം 1993 എഡ്വേർഡ് സെയ്ദ്. ഇതും നമ്മൾ ഒരുപാട് തവണയായി ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ട്വൈസ് ബോൺ ഫിക്ഷൻ 1971 മീനാക്ഷി മുഖർജിയാണ് ട്വൈസ് ബോൺ ഫിക്ഷൻ. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങളൊരു വർക്ക് പഠിക്കുമ്പോൾ ഇയറും കോൺസെപ്റ്റും ഒക്കെ ചേർത്തിട്ട് പഠിക്കാം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ പ്രിമൈസസ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം? പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിന്റെ പ്രിമൈസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് റിജക്ട്സ് ദ ക്ലെയിംസ് ഓഫ് യൂണിവേഴ്സലിസം മെയ്ഡ് ഇൻ ദ കാനണിക്കൽ വെസ്റ്റേൺ ലിറ്ററേച്ചർ. Post-colonial literature rejects the claims of universalism. Okay, universalism made in the canonical Western literature. Canonical Western literature-ന്റെ ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു യൂറോസെൻട്രിക് അപ്രോച്ചിനെ റിജക്ട് ചെയ്യുന്നുണ്ടോ പോസ്റ്റ് കൊളോണിയലിസം? ഒബ്വിയസ്ലി ട്രൂ ആണ് അല്ലെ, ദാറ്റ് ഇസ് ട്രൂ. ഇറ്റ് ഫോർഗ്രൗണ്ട്സ് എ ക്വസ്റ്റ്യൻസ് ഓഫ് കൾച്ചറൽ ഡിഫറൻസ് ആൻഡ് ഡൈവേഴ്സിറ്റി ആസ് റെപ്രസെന്റഡ് ഇൻ ലിറ്റററി ടെക്സ്റ്റ്. എന്താ ചെയ്യുന്നത്? foregrounds the questions of cultural difference അല്ലെ, cultural difference and diversity as represented in the literary text. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്സ് എന്താണ് ചെയ്യുന്നത്? ലിറ്റററി ടെക്സ്റ്റിൽ പറയുന്ന കൾച്ചറൽ ഡിഫറൻസും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിനെ ഒക്കെ ഫോർഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ ട്രൂ. ഇറ്റ് ആക്ട്സ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. പോസ്റ്റ് കൊളോണിയലിസം പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ട്രൂ ആണ്. ഒരു സുപ്പീരിയർ ഇൻഫീരിയർ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നുള്ള ഐഡിയയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് സെലിബ്രേറ്റ്സ് ഹൈബ്രിഡിറ്റി. ഓക്കെ, ഹൈബ്രിഡിറ്റി ആൻഡ് കൾച്ചറൽ പോളിവലൻസി. ഹൈബ്രിഡിറ്റിയും കൾച്ചറൽ പോളിവലൻസിയും. ഓക്കെ, ഹൈബ്രിഡിറ്റി, കൾച്ചറൽ പോളിവലൻസി, ഈ 2 കോൺസെപ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ട്രൂ ആണ് അല്ലെ. ഹോമോജനസ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അല്ല, ഹൈബ്രിഡ് ആയിട്ടുള്ള ഐഡന്റിറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ കൾച്ചറൽ പോളിവലൻസിയും പറയുന്നുണ്ട്. നെക്സ്റ്റ്,
It resists any attempt at homogenization. നമ്മൾ പറഞ്ഞു homogenized അല്ല. So resist any homogenization based on the race, class and rationality. അല്ലെ race, class and rationality based ഉള്ള homogeneous approach അല്ല കൊടുക്കുന്നത്. It rejects that particular homogeneity. So option E also correct. So A, B, C, D, E is the correct answer. Next question നോക്കുക. ആ ഒരു question പ്രിമൈസസ് പോസ്റ്റ് കൊളോണിയൽ പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പലപ്പോഴും ടേംസ് അല്ലെങ്കിൽ തിയറി നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് എളുപ്പം ചെയ്യാൻ പറ്റും. പക്ഷേ കോൺസെപ്റ്റിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് തന്നിട്ട് അതിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദ ഗിവൺ വർക്ക്സ്. വീണ്ടും ഒരു ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് മിത്തോളജീസ് അല്ലെ? റൊളാൻഡ് ബാർത്സിന്റെ മിത്തോളജി ഉണ്ട്, ഓഫ് ഗ്രാമറ്റോളജി ബൈ ഗായത്രി സ്പിവക് ചക്രവർത്തി, ദെൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി റെയ്മോണ്ട് വില്യംസ്, ബ്ലൈൻഡ്നെസ് ആൻഡ് ഇൻസൈറ്റ് പോൾ ഡിമാൻഡ് വർക്കാണ്, ദെൻ ദ ലൊക്കേഷൻ ഓഫ് ദി കൾച്ചർ. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും? മിത്തോളജീസ്, ഓഫ് ഗ്രാമറ്റോളജി, കൾച്ചർ ആൻഡ് സൊസൈറ്റി, ബ്ലൈൻഡ്നെസ് ആൻഡ് ഇൻസൈറ്റ്, ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ. കറക്റ്റ് ആൻസർ ആയിട്ട് എന്താ വരുന്നത്? ഇറ്റ് ഇസ് 2 A, C, B, D, E. നോക്കൂ, 1957 റൊളാൻഡ് ബാർത്സിന്റെ മിത്തോളജീസ് വരുന്നത്. അത് കഴിഞ്ഞ് 58 റെയ്മോണ്ട് വില്യംസിന്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി വരുന്നത്. ഓക്കെ, 57 റൊളാൻഡ് ബാർത്സിന്റെ മിത്തോളജി വരുന്നു, 58 റെയ്മോണ്ട് വില്യംസിന്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി വരുന്നു. അത് കഴിഞ്ഞ് 67 ഓഫ് ഗ്രാമറ്റോളജി ജാക്വസ് ദെറീദ. ഞാൻ സ്പിവക് എന്നാണോ പറഞ്ഞത്? സ്പിവക് എന്നാ പറഞ്ഞു തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് യാക്വസ് ദെറീദയുടെ വർക്കാണ് ഓഫ് ഗ്രാമറ്റോളജി എന്ന് പറയുന്നത്. 1967 വർക്കാണ്. അത് കഴിഞ്ഞിട്ട് 83 നമുക്ക് പോൾ ഡിമാൻഡ് എന്താണ്? ബ്ലൈൻഡ്നെസ് ആൻഡ് ഇൻസൈറ്റ്. പോൾ ഡിമാൻഡ് ബ്ലൈൻഡ്നെസ് ആൻഡ് ഇൻസൈറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് തിയറിസ്റ്റുകളാണ് കേട്ടോ. ലൊക്കേഷൻ ഓഫ് കൾച്ചർ ആണ് നമുക്ക് പോസ്റ്റ് കൊളോണിയൽ വർക്ക് ആയിട്ട് വരുന്നത്, വിച്ച് ഇസ് 1994 ഹോമി കെ ബാബ. നമ്മൾ ഒരുപാട് തവണ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള വർക്കാണ്, ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള ഓതറാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോസ്റ്റ് കൊളോണിയലിസത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പല ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പല റൈറ്റേഴ്സും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പെർട്ടിക്കുലർ ഏരിയാസ് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ റൈറ്റേഴ്സിനെ വേണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ഓൾറെഡി 6 month ഇൻറ്റൻസീവ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് 2024 ഡിസംബർ നെറ്റിന് വേണ്ടിയിട്ടുള്ള. അപ്പം ഇത്തവണത്തെ നെറ്റിന് കാര്യമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇനഫ് മെറ്റീരിയൽസും റിസോഴ്സസും ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും ആക്സസ് ലഭിക്കുന്നതായിരിക്കും ഗ്രൂപ്പിലോട്ട്. അല്ലാണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസിന് റെലവെന്റ് ആയിട്ടുള്ള വീഡിയോസിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്